7 എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. 61 kWh വരുമ്പം ഏകദേശം 500 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് അവകാശപ്പെടുന്നത്. നമുക്ക് സെൻട്രൽ ലൈറ്റ് തന്നെ ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട്. 360 ക്യാമറ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വൺ ടച്ച് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വൺ ടച്ച് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. റിവേഴ്സിൽ വന്നു, ഡ്രൈവിലേക്ക് വന്നു, ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ ടിൽറ്റ് ചെയ്തിടാം. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ, വെന്റിലേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ഫ്ലോട്ടിംഗ് സെൻട്രൽ ടണൽ കാണുന്നത് നമുക്ക് മൊത്തത്തിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ഹെഡ് സ്പേസ് ഉണ്ട്, ഒരു 4 വിരലിൻ്റെ ആ ഒരു ഹെഡ് സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെയും കിട്ടുന്നുണ്ട്. ടോർക്ക് ആണെങ്കിൽ രണ്ട് ബാറ്ററി പാക്കിലും സെയിം തന്നെയാണ്. 192.5 Nm ആണ് അതിൻ്റെ ടോർക്ക്, മാക്സിമം ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പ് ശേഷം മാരുതിയുടെ ആദ്യത്തെ ഇലക്ട്രിക് വാഹനമായ ഈ വിറ്റാറ കാലിക്കറ്റ് ലോഞ്ച് ആയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതും ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ്. വെൽക്കം ടു ഓട്ടോമോട്ടീവ്. ഫസ്റ്റ് ഓഫ് ഓൾ പറയട്ടെ, ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊന്നും ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ ഒരു വാഹനം നമുക്ക് മെയിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള 3 വേരിയൻസിലാണ്. ഒന്ന് സ്റ്റാൻഡേർഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ലോങ് റേഞ്ച് വരുന്നുണ്ട്. ലോങ് റേഞ്ചിൻ്റെ തന്നെ ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുന്ന വാഹനമായിട്ട് വരുന്നുണ്ട്. 2 ബാറ്ററി പാക്കിൽ അവൈലബിൾ ആണ്. 49 kWh ബാറ്ററി പാക്കും അതുപോലെ തന്നെ 61 kWh ബാറ്ററി പാക്കിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഏകദേശം റേഞ്ച് എന്ന് പറയുന്നത് 49 kWh യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന റേഞ്ച് എന്ന് പറയുന്നത് 420+ ആണ് റേഞ്ച് പറയുന്നതെങ്കിൽ. 61 kWh വരുമ്പം ഏകദേശം 500 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് അവകാശപ്പെടുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഫ്രണ്ടിൽ പ്രൊഫൈലിലേക്ക് വരാം. ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുമ്പോൾ തന്നെ മൊത്തത്തിലൊരു ബോക്സി ഡിസൈനും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സുസുക്കിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ഹെക്സഗൺ പോലത്തെ ഷേപ്പിലൊക്കെയാണ്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടി കീപ്പ് ചെയ്തിട്ടുണ്ട്. പുതിയൊരു ലോഗോ കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ആ ഒരു ഡിസൈനും പുതിയൊരു ലുക്കും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു എലിമെൻറ്റ് വന്നിരിക്കുന്ന ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ്. ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണാം. അതുപോലെ തന്നെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും DRLസും എല്ലാം കൂടി കണക്റ്റഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും ഈ ഒരു ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ താഴെ തന്നെ ഫോഗ് ലാമ്പ് യൂണിറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് നേരെ താഴെ കാണാം ഒരു ലാർജ് ബമ്പർ യൂണിറ്റാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതും ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് സെൻട്രലായിട്ട് തന്നെ ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട്. 360 ക്യാമറ ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് ADAS ലെവൽ 2 ഈ ഒരു ഫീച്ചറും കൂടി ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ബോണറ്റിലെ സ്പേസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു കൺസോൾ വരുന്നത്. ഈ ഒരു കൺസോൾ വേറെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊന്നും കീപ്പ് ചെയ്തിട്ടില്ല. ബാറ്ററി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ബാറ്ററി കീപ്പ് ചെയ്യുന്ന സ്പേസും അതുപോലെ തന്നെ കൺസോൾ യൂണിറ്റ് ബാറ്ററി ആയിട്ട് ചാർജിങ് ആണ് വാഹനം വരുന്നത്. അപ്പോൾ അതിൻ്റെ റിലേറ്റ് ചെയ്തുള്ള കൺസോൾ യൂണിറ്റും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു ഫ്രണ്ട് സ്പേസ് പോലത്തെ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ ഫ്രണ്ടിൽ നമുക്ക് അവൈലബിൾ അല്ല. ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. സൈഡ് പ്രൊഫൈലിലേക്ക് നമുക്ക് ചാർജിങ് യൂണിറ്റ് വന്നിരിക്കുന്ന ഈ ഒരു ഏരിയയിലാണ്. ഇതാണ് ഇതിൻ്റെ ചാർജിങ് സ്ലോട്ട് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഫ്രണ്ടിൽ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എത്ര ടൈം കൊണ്ട് ചാർജാവും കാര്യങ്ങളൊന്നും ഒഫീഷ്യലി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പോകുന്നില്ല. ഫാസ്റ്റ് ചാർജിങ് AC DC ഒക്കെ സപ്പോർട്ട് തന്നെയാണ്. പിന്നെ നമുക്ക് ഇവിടെ കാണാം ഒരു വീലാർച്ച് കാര്യങ്ങളൊക്കെ. ഇത് റിയർ വരെ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ നമുക്ക് ഈ ഒരു ഡോറിൻ്റെ സൈഡിലേക്കാണ് ഇത് വരുന്നത്. ഈ ഒരു ഏരിയയിൽ നമുക്ക് വീലാർച്ചും കാര്യങ്ങളൊക്കെ ആ ഒരു പോർഷൻ, ആ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ആ ഡോറിൻ്റെ കൂടെ തന്നെ കട്ട് ചെയ്തിട്ടാണ് ആ ഒരു ഡിസൈൻ കീപ്പ് ചെയ്തിരിക്കുന്നത്. എയറോഡൈനാമിക് വീൽസും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 18 ഇഞ്ചിൻ്റെ വീൽസാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊഫൈൽ വരുന്നത് 225/55 ആണ്. പിന്നെ നമുക്ക് ORVM യൂണിറ്റ് കാണാം. ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് തന്നെ വന്നിരിക്കുന്നത്. 360 ക്യാമറ യൂണിറ്റ് നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കോ ഡ്രൈവർ സൈഡിലും ഈ ലെഫ്റ്റ് സൈഡിലും നമുക്ക് റിക്വസ്റ്റ് സെൻസർ കാര്യങ്ങളൊക്കെ ഡോർ ഹാൻഡിൽസിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെയാണ് വരുന്നത്. ഡോർ ഹാൻഡിൽ കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്വിഫ്റ്റിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുള്ള സെയിം പാറ്റേൺ തന്നെ. റിയർ പ്രൊഫൈലിലേക്ക് വരാം. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഫസ്റ്റിനെ കാണാം നല്ലൊരു സ്പോയിലേഴ്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലൈറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വൈപ്പേഴ്സ് വന്നിട്ടുണ്ട്. ഡിഫോഗർ ലൈൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കണക്റ്റഡ് ആയിട്ടുള്ളൊരു ടെയിൽ ലൈറ്റാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ LED കാര്യങ്ങളൊക്കെ LED ടെയിൽ ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെൻട്രലായിട്ട് നമുക്ക് ഈ വിറ്റാറേൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സുസുക്കിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ സെൻസേഴ്സും അതുപോലെ തന്നെ ക്യാമറ യൂണിറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഒരു ലാർജ് ബമ്പർ യൂണിറ്റാണ് ഇതിൻ്റെ താഴെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ലാർജ് ബമ്പർ യൂണിറ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നല്ല ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റിഫ്ലക്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. ഇനി നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് നോക്കാം.
ബൂട്ടിലേക്ക് വരുമ്പം ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ബൂട്ട് സ്പേസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ലിറ്റേഴ്സും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് സെർച്ച് ചെയ്യുമ്പോൾ പലതിലും പല ഡീറ്റെയിൽസാണ് വരുന്നതെങ്കിലും കറക്റ്റ് ഒരു ബൂട്ട് സ്പേസ് കാര്യങ്ങളൊന്നും ഇതുവരെ ഒഫീഷ്യലി വന്നിട്ടില്ല. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചാർജിങ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കീപ്പ് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ യൂണിറ്റ് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് സീറ്റ് ഫോൾഡിങ് വരുന്നുണ്ട്. ആ ഒരു ഫോൾഡിങ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. കുറച്ചും കൂടി സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് ഇടാൻ പറ്റും. ആ റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഫ്ലാറ്റ് ആയിട്ട് തന്നെ സീറ്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അത്യാവശ്യം നല്ലൊരു ബൂട്ടിലേക്ക് അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഗിയറിലേക്ക് വരാം. ഫസ്റ്റ് നോക്കാം നമുക്ക് ഈ ഒരു ഡോർ പാഡ് കാര്യങ്ങളൊക്കെ. ഡോർ പാഡിലേക്ക് വരുമ്പോൾ നമുക്ക് കുറേ മൾട്ടി കളേഴ്സ് നമുക്ക് കാണാം. ഫാബ്രിക്സും പ്ലാസ്റ്റിക്സും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ബ്രൗൺ ഒരു സോഫ്റ്റ് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡോർ ഹാൻഡിൽസ് ആസ് യൂഷ്വൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതൊരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതും വേറൊരു പാറ്റേൺ ആണ്. പിന്നെ ഇത് ഒരു സോഫ്റ്റ് മെറ്റീരിയൽ തന്നെ ഇവിടെ ഒരു ഫാബ്രിക്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് ഈ ഒരു കൺട്രോളിങ് യൂണിറ്റും കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കാണാം OR മെത്തിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ വന്നിട്ട് അതുപോലെ തന്നെ നമുക്ക് ലോക്കും അൺലോക്കും. പിന്നെ 4 വിൻഡോയും നമുക്ക് വൺ ടച്ച് ഓപ്പണും 1 ടച്ച് ക്ലോസും ആണ് വരുന്നത്. അതുപോലെ തന്നെ 1 ടച്ച് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 1 ടച്ച് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. 4 വിൻഡോസും നമുക്കങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്പീക്കറിൻ്റെ യൂണിറ്റ് ഈ ഒരു ഏരിയയിലേക്കാണ് വന്നിരിക്കുന്നത്. സീറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുഷനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലെതറും അതുപോലെ തന്നെ ഫാബ്രിക് അപ്പോസ്ട്രിയും യൂസ് ചെയ്തിട്ടുണ്ട്. 3 കളേഴ്സിലാണ് വരുന്നത്. ഇത് ഏകദേശം ഒരു ബ്രൗൺ കളറും. ഇതാണ് ഈ ബ്ലാക്ക് പോർഷനാണ് നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റ്സാണ്. 2 സീറ്റ് നമുക്ക് വെൻറ്റിലേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇതാണ് ഫാബ്രിക് അപ്പോസ്ട്രി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. 2 സീറ്റും വെൻറ്റിലേറ്റഡ് സീറ്റ്സാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളും കൂടിയാണ്. നമുക്ക് 10 വേ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളാണ് ഈ ഒരു ഡ്രൈവർ സീറ്റ്. പിന്നെ കോ ഡ്രൈവറിലേക്ക് വരുമ്പോൾ നമുക്ക് വെൻറ്റിലേഷൻ സീറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് 360 ക്യാമറേൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കൺട്രോളും കാര്യങ്ങളൊക്കെ സ്വിച്ചൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഡെഡ് പാഡിൽ കൊടുത്തിട്ടുണ്ട്. ഡെഡ് പാഡിൽ താഴെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഡോർ പാഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും കൊള്ളാം. ആ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട് ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ. സ്റ്റിയറിങ്ങിലേക്ക് വരാം. സ്റ്റിയറിങ് നമുക്ക് കൊടുത്തിരിക്കുന്നത് 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ലെതർ ഫിനിഷോട് കൂടിയ നല്ല സ്റ്റിയറിംഗ് വീലാണ്. ഒരുപാട് കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൾട്ടി ഫംഗ്ഷനാണ്. നമുക്ക് അതിൽ തന്നെ ഓഡിയോ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ക്രൂയിസ് കൺട്രോളിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ അതിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. നല്ലൊരു സ്റ്റിയറിംഗ് വീൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. ഡാഷ്ബോർഡിലേക്ക് വരാം. ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു സോഫ്റ്റ് മെറ്റീരിയലാണ്. സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഈ ഒരു ബ്രൗൺ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ശരിക്കും ലെതറും അല്ല പ്ലാസ്റ്റിക്കും അല്ല, ഒരു ന്യൂ മെറ്റീരിയലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതുവരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഡിസൈൻ വൈസ് കൊള്ളാം. അത്യാവശ്യം നല്ലൊരു പുതിയൊരു ഡിസൈൻ തന്നെയാണ്. ഇതാണ് AC വെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലൗ ബോക്സും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം ഒരു ഗ്ലൗ ബോക്സ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെൻറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം ഒരു ലാർജ് സ്ക്രീനാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. 26.01 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൂടി കണക്ട് ചെയ്താണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ഉള്ളിലാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഏകദേശം നല്ലൊരു ലാർജ് സ്ക്രീനാണ്, വൈഡായിട്ടുള്ളൊരു സ്ക്രീൻ തന്നെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൽ അറിയാം 360 ക്യാമറ യൂണിറ്റ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. 360ൻ്റെ വ്യൂ ആണ്. 360ൻ്റെ വ്യൂ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഷോറൂമിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ക്വാളിറ്റി ചിലപ്പോൾ ലോസ് ആയിട്ട് തോന്നുന്നുണ്ടാവുക. വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഓരോ വ്യൂ, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂ, അതുപോലെ തന്നെ ഫ്രണ്ടും സൈഡും, ടോപ്പ് വ്യൂ കാണാം. ഈ ഒരു ക്വാളിറ്റി മനസ്സിലാണ് നമുക്ക് ഔട്ട്ഡോർ എത്തിയാലേ കറക്റ്റ് ഒരു ക്വാളിറ്റി മനസ്സിലാവുള്ളൂ. ഇത് ഇൻഡോർ ആയതുകൊണ്ടാണ്, ഷോറൂമിൻ്റെ ഉള്ളിലായതുകൊണ്ടാണ് നമുക്ക് കറക്റ്റ് ഒരു വിസിബിലിറ്റി കാണിക്കാൻ പറ്റാത്തത്. പിന്നെ അതുപോലെ തന്നെ ബ്ലോവറിൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ നമുക്കിതിൽ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം വയർലെസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്.
വെഹിക്കിൾസിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. ഡ്രൈവിൻ്റെ റേഞ്ച് 415 കിലോമീറ്ററാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ 92% ബാറ്ററി അവൈലബിൾ ആണ്. എനർജി ഫ്ലോ ഹിസ്റ്ററി കാര്യങ്ങളും TPMS അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിതിൽ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. വെഹിക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷൻസും നമുക്കിതിൽ കാണാം, ചാർജിങ് റിലേറ്റഡ് ആയിട്ടുള്ളതും. പിന്നെ അഡാസിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ സെറ്റ് ആക്കാവുന്നതാണ്. ESP വരുന്നുണ്ട്. ക്ലൈമറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് മാനുവലായിട്ട് തന്നെ ബട്ടൺസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതും നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ്. ഓട്ടോ ഓഫ് നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാം. ബ്ലോവറിൻ്റെ ഇത് നല്ലൊരു കാര്യമാണ്, കാരണം AC-ൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്നത്. 19, 18, 20 ഓക്കെ. അങ്ങനെ ടെമ്പറേച്ചറിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടിലും. വെൻറ്റിലേറ്റഡ് സീറ്റ്സാന്ന് പറഞ്ഞു. വെൻറ്റിലേഷൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വെൻറ്റിലേഷൻ്റെ ഡീറ്റെയിൽസാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. വെൻറ്റിലേഷൻ്റെ ആണിത്. ഇതിൽ നമുക്ക് 3 സെറ്റായിട്ട് ഓഫ് 1, 2 ഇത് വേണമെങ്കിൽ ഓഫാക്കിയിടാം. ഡ്രൈവറിൻ്റെ ഏരിയ നല്ല വെൻറ്റിലേഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 2 സീറ്റും വെൻറ്റിലേറ്റഡ് സീറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഒട്ടുമിക്ക എല്ലാ വാഹനത്തിലും ഇപ്പോൾ ആ ഒരു ഫീച്ചർ വരുന്നുണ്ട്. അത് നല്ലൊരു ഫീച്ചറും കൂടിയാണ്. അതുപോലെ തന്നെ ഒരു ഡിജിറ്റൽ ക്ലസ്റ്ററും കൂടി കണക്ട് ചെയ്ത് വന്നിരുന്നത്. ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ നമുക്ക് കാണാം ഇവിടെ വാർണിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാത്തതിൻ്റെ വാർണിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എക്കോ മോഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. എക്കോ മോഡ്, സ്പോർട്ട് മോഡ്, അങ്ങനെ ഡ്രൈവ് മോഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 411 കിലോമീറ്റർ എത്ര റേഞ്ച് കാര്യങ്ങളൊക്കെ 92% അവൈലബിൾ ആണ്. 411 കിലോമീറ്റർ ഇനിയും ഓടാനുള്ള റേഞ്ചും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ട്രാക്ഷൻ്റെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററും കൂടി നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. കണക്റ്റഡ് ആണ്, അത്യാവശ്യം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ലാർജ് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കിട്ടും. താഴത്തേക്ക് നമുക്ക് കാണാം ഇതിൽ വോളിയം കൺട്രോളിങ് കാര്യങ്ങളൊക്കെയാണ്. വോളിയത്തിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മ്യൂട്ടാക്കാനുള്ള ഒരു ഓപ്ഷനും ഇവിടെ ഉണ്ട്. പ്രസ് ചെയ്തിട്ടുണ്ട് മ്യൂട്ടാക്കാം. റിലീസ് ചെയ്ത വോളിയം കൺട്രോൾ ഇവിടെ മാനുവലായിട്ട് കൊടുത്തിട്ടുണ്ട്. AC-ൻ്റെ കൺട്രോളിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ കാണാവുന്നതാണ്. AC-ൻ്റെ എല്ലാ കൺട്രോളിങ്സും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഹസാർഡിൻ്റെ ബട്ടണും ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഹസാർഡിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാം വയർലെസ് ചാർജിങ് യൂണിറ്റ് കാര്യങ്ങളൊക്കെ ചാർജ് ആവുന്നുണ്ട്. ഇവിടെ ഒരു ഫ്ലോട്ടിംഗ് സെൻട്രൽ ടണലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു ലാർജ് ടണലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് 12 വോൾട്ടിൻ്റെ ചാർജിങ് യൂണിറ്റും പിന്നെ നോർമൽ ചാർജിങ്ങും ടൈപ്പ് സിയും കൊടുത്തിട്ടുണ്ട്. 2 USB ചാർജിങ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിലേക്കാണ് ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്തെങ്കിലുമൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു 12 വോൾട്ട് ചാർജിങ് യൂണിറ്റൊക്കെ ഇതിൻ്റെ ഉള്ളിലാണ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കാണാം രണ്ടിലും ഒരു കപ്പ് ഹോൾഡേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സ് സെൻട്രൽ ടണലിൽ അവൈലബിൾ ആണ്. ഇതാണ് ഇതിൻ്റെ കീ വരുന്നത്. പുതിയ ഈ വിറ്റാറിൻ്റെ കീ ആണ്. ലോക്കും അൺലോക്കും വരുന്ന പുതിയ കീ. ഈ ഒരു ഫ്ലോട്ടിംഗ് സെൻട്രൽ ടണൽ കാണുന്ന നമുക്ക് മൊത്തത്തിലൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ് ഈ ഒരു ലാർജ് ടണൽ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പെഡലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്നോക്കുള്ളൊരു ഓപ്ഷനും പിന്നെ ഡ്രൈവ് മോഡ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും ഓട്ടോ ഹോൾഡിൻ്റെ ബട്ടണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു റോട്ടറി സ്വിച്ച് ട്രാൻസ്മിഷൻ ചേഞ്ച് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബ്രേക്ക് പെഡൽ യൂസ് ചെയ്യുക, എന്നിട്ട് മണ്ണടിച്ച ന്യൂട്രൽ, റിവേഴ്സിൽ വന്നു, ഡ്രൈവിലേക്ക് വന്നു. റൈറ്റിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ഡ്രൈവിലേക്ക് വരും. ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ന്യൂട്രലായിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടാൽ ന്യൂട്രൽ ഉണ്ടാവും. പ്രസ് ചെയ്യുക, ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ റൈറ്റായി. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വേണം ചെയ്യാം. ബ്രേക്ക് പെഡൽ യൂസ് ചെയ്യുക, പ്രസ് ചെയ്യുക, ലെഫ്റ്റ് റൈറ്റ്, സിമ്പിൾ. അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ന്യൂട്രലായിരിക്കും എപ്പോഴും ഉണ്ടാവുക.
പാർക്കിംഗ് ബ്രേക്ക് അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് നമുക്ക് സെൻട്രലായിട്ട് നമുക്ക് നല്ലൊരു ആംറസ്റ്റ് പ്ലേസ് ചെയ്തിട്ട് നല്ല ലാർജ് ആംറസ്റ്റാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസും വന്നിട്ടുണ്ട്. നല്ലൊരു സ്റ്റോറേജ് സ്പേസും സെൻറ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷെയ്ഡ്സ് നോക്കുകയാണെങ്കിൽ മിറേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് വന്നിട്ടില്ല. അതുപോലെ തന്നെ അവിടെ വരുമ്പോഴും സെയിം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ സിംഗിൾ പാൻ ആയിട്ടുള്ളൊരു മൂൺ റൂഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മാനുവലായിട്ട് തന്നെയാണ് നമ്മൾ തുറക്കുന്നത്. ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു മൂൺ റൂഫാണ്. സിംഗിൾ പാനാണ്, പക്ഷെ അത്യാവശ്യം നല്ല വലുപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനൊരു മൂൺ റൂഫ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ IRVM വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റബിൾ IRV ആണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ലാമ്പ് കാര്യങ്ങളൊക്കെ പ്ലേസ് ചെയ്ത് ലാമ്പിൻ്റെ കൺട്രോളിങ്സ് വരുന്നത് ഇവിടെയാണ്. ലാമ്പിൻ്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ റിയറിലേക്ക് വരാം. റിയറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ളൊരു ലെഗ് റൂം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഴപ്പമില്ലാത്ത സിറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെയാണ് റിയറിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹെഡ് സ്പേസ് ആയാലും എനിക്ക് അത്യാവശ്യം ഹെഡ് സ്പേസ് ഉണ്ട്. ഒരു 4 വിരലിൻ്റെ ആ ഒരു ഹെഡ് സ്പേസ് കാര്യങ്ങളൊക്കെ ഇവിടെയും കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ സെൻറ്ററിലേക്ക് ഇരിക്കുമ്പോഴും നമുക്ക് ആ ഒരു സെൻറ്ററിലൊരു പൊസിഷൻ കീപ്പ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് ഫ്രണ്ടിലേക്ക് വേണമെങ്കിൽ ടിൽറ്റ് ചെയ്തിടാം. അപ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആംറസ്റ്റും അതുപോലെ തന്നെ കപ്പ് ഹോൾഡേഴ്സായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ സീറ്റ് മൊത്തത്തിൽ ഫ്രണ്ടിലേക്ക്. അപ്പോൾ ഇങ്ങനെ ഒരു ക്യാപ്റ്റൻ സീറ്റൊക്കെ പോലെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ യാത്ര ചെയ്യാം. അതും നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റിയറിലെ സീറ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒക്കെ നമുക്കിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതും നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ഇത് റിയറിലെ സീറ്റ് നമുക്ക് ഫ്ലാറ്റ് ബോട്ടായിട്ടും ഇടാൻ പറ്റും. ഫ്ലാറ്റ് ബോട്ടായിട്ട് ഇടുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു മൂൺ റൂഫും പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പീക്കർ യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇൻഫിനിറ്റിൻ്റെ സ്പീക്കേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. റിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ സ്റ്റോറേജിൻ്റെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷോട് കൂടിയാണ്. 1 ടച്ച് ഓപ്പൺ 1 ടച്ച് ക്ലോസ് ആണ് ഗ്ലാസ് വന്നിരിക്കുന്നത്. ഭയങ്കര ഫ്ലാറ്റ് ബോട്ടായിട്ട് നമുക്ക് റിയറിലെ സീറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരുമ്പോൾ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കൺട്രോളിങ്ങും പിന്നെ അതുപോലെ തന്നെ ചാർജിങ് സോക്കറ്റും ടൈപ്പ് എയും ഉണ്ട്, നോർമലും ഉണ്ട്. അതുപോലെ തന്നെ ടൈപ്പ് C ചാർജിങ് സോക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ റിയറിൽ. അത്യാവശ്യം ഗ്ലാസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ലാർജ് ഏരിയ തന്നെയാണ് ഗ്ലാസ് ഏരിയ വന്നുകൊണ്ട് തന്നെ റിയറിൽ നിന്ന് നമുക്ക് അത്യാവശ്യം നല്ല വിസിബിൾ തന്നെയാണ്. സേഫ്റ്റി റിലേറ്റഡ് ആയി നോക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ എയർ ബാഗ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനത്തിൽ 7 എയർ ബാഗ് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എയർ ബാഗ് കൂടാതെ നമുക്കൊരു നീ എയർ ബാഗും കൂടി ഈ ഒരു വാഹനത്തിൽ അഡീഷണൽ ആയിട്ട് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മിനിമം ടേണിംഗ് റേഡിയസ് എന്ന് പറയുന്നത് 5.2 മീറ്റർ ആണ്. പവർ റേഷ്യോയിലേക്ക് നോക്കാം. പവർ റേഷ്യോ നമുക്ക് 2 ബാറ്ററി പാക്കിലാണ് വരുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് 2 പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന് 142 HP പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 49 kWh ബാറ്ററി പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ 61 kWh ബാറ്ററി പാക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന പവർ എന്ന് പറയുന്നത് 172 HP പവറാണ്. അതുപോലെ തന്നെ ടോർക്ക് ആണെങ്കിൽ 2 ബാറ്ററി പാക്കിലും സെയിം തന്നെയാണ്. 192.5 Nm ആണ് അതിൻ്റെ ടോർക്ക്, മാക്സിമം ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും അനൗൺസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് നെക്സ, പുതിയങ്ങാടിയുള്ള നെക്സ എം മോട്ടോഴ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയണം, അതല്ലെങ്കിൽ വണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ നേരെ കാലിക്കറ്റ് പുതിയങ്ങാടിയുള്ള ഷോറൂമിലേക്ക് വരിക. കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ വണ്ടി ഒരു കുറച്ച് ദിവസത്തേക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.